നമസ്തേ കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾക്ക് എന്തിനേറെ ബാലവൃദ്ധജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പപ്പടം. പ്രഭാത ഭക്ഷണത്തിനായാലും ഉച്ചയ്ക്കുള്ള വിഭവസമൃദ്ധ ഊണിനായാലും വിവാഹ സദ്യയിലായാലും ഏവർക്കും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്ന്. ആഹാരത്തിന് വിരക്തി തോന്നുന്ന കൊച്ചുകുട്ടികൾക്ക് മുന്നിൽ വരെ ഒരു പപ്പടം നീട്ടിപ്പിടിച്ചാൽ അവർ എന്തിനും റെഡിയാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പപ്പടത്തിന് കഴിയുമെന്നുള്ള മാസ്മര വിദ്യ ഇതിലിരിപ്പുണ്ട്. പപ്പടമില്ലാത്ത സദ്യയെക്കുറിച്ച് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ലത്രേ. പപ്പട മേഖലയിലെ യന്ത്രവൽകൃത മുന്നേറ്റ പാരമ്പര്യ വ്യവസായത്തെ അനുദിനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഓണക്കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന യന്ത്രവൽകൃത പപ്പടമാണ് ഇന്ന് ഈ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതാണ് പരമ്പരാഗത പപ്പട നിർമ്മാണം നടത്തുന്നവർക്ക് ഏറെ ഭീഷണിയും. അവർ ഈ മേഖലയിൽ നിന്ന് ഉൾവലിയാൻ കാരണമായി തീർന്നിരിക്കുന്നത്. കോയമ്പത്തൂർ, തൃശൂർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് കൂടുതലായും യന്ത്രവൽകൃത പപ്പടം സംസ്ഥാനത്തേക്ക് എത്തുന്നത്. പപ്പട നിർമ്മാണത്തിലേക്ക് ആവശ്യമായ ഉഴുന്നിന്റെ വിലവർദ്ധനവ് പാരമ്പര്യ മേഖലയിലുള്ളവർക്ക് വൻ തിരിച്ചടിയുമായിട്ടുണ്ട്. 100 പപ്പടത്തിന് മാർക്കറ്റ് വില 130 രൂപ കടന്നിട്ടുണ്ട്. എന്നാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പപ്പടത്തിന് ഇതിനേക്കാൾ വില കുറവായത് പാരമ്പര്യ പപ്പട നിർമ്മാണ മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ കൈകൊണ്ട് പരത്തുന്ന പപ്പടം വെയിലത്ത് ഉണക്കാൻ കഴിയാതെ പോകുന്നു. ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ പരമ്പരാഗത മേഖലയിലുള്ളവർക്ക് കഴിയാത്തതും ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണത്തിലും താൽപര്യത്തിലുമുള്ള കുറവും പാരമ്പര്യ പപ്പട ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണത്തിലും താൽപര്യത്തിലുമുള്ള കുറവും പാരമ്പര്യ പപ്പട വ്യവസായത്തിന് ഭീഷണിയാവുകയാണ്.